LSS EVSലെ രണ്ടാമത്തെ യൂണിറ്റായ ഇലയ്ക്കുമുണ്ട് പറയാൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണ്. എല്ലാവരും എക്സാം പോലെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എഴുതുക, അതിൻ്റെ ഉത്തരം നോക്കുക. എന്താണ് തായ്വേരു പടലം? അത് നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്ന് നോക്കുക. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരു പടലം. രണ്ടാമത്തെ ചോദ്യം, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം ഏതാണ്? നാരുവേരുപടലം. നാരുവേരുപടലമാണ് കേട്ടോ. ഇനി അടുത്തത് 3, സസ്യത്തെ നല്ലവണ്ണം മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുപടലം ഏതാണ്? സസ്യത്തെ നല്ലവണ്ണം മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുപടലം ഏതാണ്? തായ്വേരു പടലമാണ് കേട്ടോ. സസ്യത്തെ നല്ലവണ്ണം മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്ന വേരുപടലം. ഇനി നാലാമത്തെ ചോദ്യം ഏതാണ്? 7 മാറിയിട്ടതാണ്, 4. നീളത്തിൽ കീറിയെടുക്കാൻ കഴിയുന്ന ഇലകളിൽ ഏത് ശിരാവിന്യാസമാണ്? ഇപ്പം തെങ്ങ്, നെല്ല്, ഇതൊക്കെ ഏതാണ്? സമാന്തര ശിരാവിന്യാസം. സമാന്തര ശിരാവിന്യാസമാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസം ഏതാണ്? വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ശിരാവിന്യാസം ഏതാണ്? ജാലികാ ശിരാവിന്യാസമാണ് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത്. അടുത്തത്, മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന സസ്യഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന സസ്യഭാഗത്തിന് പറയുന്ന പേരാണ് ബീജമൂലം. ഉത്തരം ബീജമൂലം. അടുത്ത ചോദ്യം 7, ബീജമൂലം പിന്നീട് എന്തായി തീരുന്നു? ബീജമൂലം പിന്നീട് എന്തായി തീരുന്നു? ഉത്തരം വേര്. വേരായാണ് ബീജമൂലം തീരുന്നത് കേട്ടോ. അടുത്തത്, സസ്യത്തിൻ്റെ കാണ്ഡമായി മാറുന്ന സസ്യഭാഗമേത്? സസ്യത്തിൻ്റെ കാണ്ഡമായി മാറുന്ന സസ്യഭാഗമേത്? ബീജശീർഷം. കാണ്ഡമായി മാറുന്നത് ഏതാണ്? ബീജശീർഷം. ബീജമൂലം വേരായിട്ടാണ് കേട്ടോ മാറുന്നത്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ച് വെക്കുന്നത് ബീജപത്രത്തിലാണ്. ബീജപത്രങ്ങളിലാണ് കേട്ടോ ആഹാരം സംഭരിച്ച് വെക്കുന്നത്. 10ാമത്തെ ചോദ്യമാണ്, എത്ര തരം ബീജപത്രങ്ങളുണ്ട്? ഏതൊക്കെയാണവ? എത്ര തരം ബീജപത്രങ്ങളുണ്ട്? ഏതൊക്കെയാണവ? 2 തരം ബീജപത്രങ്ങളാണുള്ളത്. ഏകബീജപത്രവും ദ്വിബീജപത്രവും. ഏകബീജപത്രവും ദ്വിബീജപത്രവും. ബീജമൂലം ഏത് ദിശയിലേക്കാണ് വളരുന്നത്? ബീജമൂലം ഏത് ദിശയിലേക്കാണ് വളരുന്നത്? ചിലപ്പോൾ ഒരു പ്രസ്താവന തരും, ശരിയോ തെറ്റോ എന്ന് ചോദിച്ചിട്ട്. താഴേക്ക്. ഉത്തരം താഴേക്ക്. അടുത്തത്, തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ ഏത് തരത്തിലുള്ള ശിരാവിന്യാസമാണുള്ളത്? തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ ഏത് തരത്തിലുള്ള ശിരാവിന്യാസമാണുള്ളത്? ജാലികാ ശിരാവിന്യാസം. ഉത്തരം ജാലികാ ശിരാവിന്യാസം. അടുത്ത ചോദ്യം 13, സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്.
സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഇലയാണ്. സസ്യത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഇല. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഇലകൾ പച്ച നിറത്തിലാണല്ലോ കാണുന്നത്. ഇലകൾക്ക് പച്ച നിറത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. അപ്പോൾ ചിലപ്പോൾ ക്ലോറോഫിൽ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ഹരിതകമായിരിക്കും തരിക. ഇനി ഹരിതകം ഇല്ലാത്ത സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ, ഹരിതകം ഇല്ലാത്ത പച്ച നിറത്തിലല്ലാത്ത സസ്യങ്ങളും ഉണ്ട്. അതിന് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? കൂൺ. അതേപോലെ തന്നെ പൂപ്പൽ ഫംഗസ് ഇല്ലേ, ഇത് എന്താണ്? വെള്ള നിറാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. ഉത്തരം ജെ.സി. ബോസ്. അടുത്ത ചോദ്യം 17. സസ്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. സസ്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ബോട്ടണിയാണ്. ഉത്തരം ബോട്ടണി. അടുത്തത് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന സസ്യം ഏത്? പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഉത്തരം മുള. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? മുളയാണ്. ചൈന റോസ് എന്നറിയപ്പെടുന്ന സസ്യം ഏത്? ചൈന റോസ് എന്നറിയപ്പെടുന്ന സസ്യമാണ് ചെമ്പരത്തി. ഉത്തരം ചെമ്പരത്തി. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത്? ഉത്തരം കരിമ്പ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? ഉത്തരം കരിമ്പ്. അടുത്ത ചോദ്യം, ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത്? ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസിയാണ്. ഏതാണ്? കൃഷ്ണ തുളസി. ഉത്തരം കൃഷ്ണ തുളസി. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത്? യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യമാണ് കുരുമുളക്. ഉത്തരം കുരുമുളക്. ഈ പാഠഭാഗവുമായി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക, നോട്ട് എഴുതുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കേ.